ഓക്കെ, നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ രണ്ടാമത്തെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ഞാനൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊന്നുമില്ല, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് വിത്ത് ബൂട്ട് സ്ട്രാപ്പ്. ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ് ഡിസൈനിങ് ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു റെസ്പോൺസീവ് വെബ് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണെന്ന് പറയുന്നത് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. സോ റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് എ ഡിസൈൻ അപ്രോച്ച് എയിംഡ് ടു ക്രിയേറ്റ് വെബ്സൈറ്റ് ദാറ്റ് ലുക്ക് എ ഫംഗ്ഷൻ വെൽ അക്രോസ് വൈഡ് റേഞ്ച് ഓഫ് ഡിവൈസസ് ലൈക്ക് സ്ക്രീൻ സൈസ്, like small screen or large screen, whatever else. Responsive web design ensure that the website dynamically adapt to different screen sizes and resolution, providing optimal viewing experience. നമുക്ക് അങ്ങനെ ഏത് ഡിവൈസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. താഴെയുള്ളതാണ് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സിബിൾ ലേഔട്ട് ആയിരിക്കണം. അത് നമ്മൾ സ്ക്രീൻ സൈസ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇമേജസ് അല്ലെങ്കിൽ മീഡിയ നമ്മുടെ സ്ക്രീൻ സൈസ് അനുസരിച്ച് അതെന്ത് ചെയ്യണം, സ്കെയിൽ ചെയ്യണം. ലാർജ് സ്ക്രീനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് ആ പിക്ചറിനെ കാണിക്കണം. നമ്മൾ സ്മോൾ ഡിവൈസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ചെറുതാവണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. യൂസ് CSS മീഡിയ ക്യൂറീസ് ടു അപ്ലൈ സ്റ്റൈൽ ബേസ്ഡ് ഓൺ ഡിവൈസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിവൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച്, അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്ത് ചെയ്യണം, കുറേ സ്റ്റൈൽസുകൾ അതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിലാണ് തന്നെ റെസ്പോൺസീവ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, റെസ്പോൺസീവ് വെബ്സൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് യൂട്യൂബ് എടുത്ത് ജസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഏത് സൈറ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾ മൊബൈലിൽ എടുക്കുന്ന വ്യൂവും നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എടുക്കുന്ന വ്യൂവും തമ്മിൽ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. മൊബൈൽ കണ്ടൻറ്റ് സെയിം ആയിരിക്കും. മൊബൈലിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം നമുക്ക് റീഡബിലിറ്റി ഉണ്ടാവും. അതേ സെയിം സാധനം തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ എടുത്താൽ അതിൻ്റെ വ്യൂയിങ് എഫക്റ്റ് മാറുകയില്ല. നമുക്ക് കണ്ടൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ, ലേഔട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വ്യത്യാസം വരുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈനിലേക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നത്? സാധാരണ സൈറ്റ് ഡിസൈനിൽ നിന്ന് നമുക്കൊരു, കാരണം കാലഘട്ടം മാറിയപ്പോഴത്തേക്കും പലതരത്തിലുള്ള ഡിവൈസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയില്ലേ. അപ്പം മൊബൈൽ ഫോണുകൾ കൂടുതൽ മാർക്കറ്റിൽ വന്നു, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് വന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡിവൈസുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെല്ലാം ബേസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് മൊബൈൽ ഫോണിന് വേണ്ടി ഒരു വെബ്സൈറ്റ്, നമ്മുടെ കാണുന്ന ടാബ്ലറ്റിന് വേണ്ടി ഒരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് TV-യിൽ കാണാനായിട്ടൊരു വെബ്സൈറ്റ്, അങ്ങനെ 3-4 വെബ്സൈറ്റൊന്നും ഒരു കമ്പനിയുടെ ഒരു സെയിം സാധനത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുകയില്ല. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതെല്ലാ ഡിവൈസിലും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ അവരാലോചിച്ചു. അങ്ങനെ ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് പറയുന്നത് ഈ ഒരു ബൂട്ട് സ്ട്രാപ്പ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള റെസ്പോൺസീവ് വെബ് ഡിസൈൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസർ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ലൊരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക്, നമ്മൾ ഏത് ഡിവൈസിൽ കണ്ടാലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ കണ്ടൻറ്റിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഇങ്ങനെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട്, നിങ്ങൾ മൊബൈലിൽ എടുക്കുമ്പോൾ കാണുന്ന വ്യൂവും ലാപ്ടോപ്പിൽ എടുക്കുകയാണെന്ന വ്യൂവിന് തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. ലാപ്ടോപ്പിൽ നമുക്ക് അറ്റ് എ ടൈമിൽ അത്രയും സ്ക്രീൻ സൈസിൽ ഒരു 10-12 പ്രൊഡക്റ്റ് കാണാൻ പറ്റുമെങ്കിൽ, നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ അറ്റ് എ ടൈമിൽ 2 പ്രൊഡക്റ്റ് ആയിരിക്കും ഒരു സ്ക്രീൻ സൈസ് കിട്ടും. നമ്മൾ പിന്നെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കണ്ടാൽ മതി. പിന്നെ SEO ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റെസ്പോൺസീവ് വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ ഗൂഗിളിൻ്റെ ഹൈ റാങ്കിലേക്ക് കയറി വരും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അത് ടോപ്പിൽ തന്നെ കിട്ടും. റാങ്ക് കുറവുള്ളതിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ താഴെ ആയിരിക്കും വരുന്നത്. നമുക്കങ്ങനെ പെട്ടെന്നത്, അല്ലെങ്കിൽ താഴത്തേക്ക് കുറേ ഡ്രാഗ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾ റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ നമ്മൾ ഈ ഗൂഗിൾ റാങ്കിൽ ഫ്രണ്ട് വരുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണം. പിന്നെ കോസ്റ്റ് എഫിഷ്യൻസി ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിവൈസിന് വേണ്ടി ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കത് എല്ലാ ഡിവൈസിലും കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ ഡിവൈസിലും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഡിവൈസ് കോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇതിനെ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും റെസ്പോൺസീവ് വെബ്സൈറ്റുകളെ. ഏത് ഡിവൈസ് ആണെങ്കിലും, മൊബൈൽ ഡിവൈസ് ആണെങ്കിലോ, അതുപോലെ തന്നെ ഏത് സ്ക്രീൻ സൈസിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. എൻഹാൻസ്ഡ് ആക്സസിബിലിറ്റി. റെസ്പോൺസീവ് സൈറ്റ് caters a wide audience including those use assistive technology by ensuring content is presented clearly on all devices. നമ്മുടെ കണ്ടൻസ് ഒരിക്കലും അത് മിസ്സാകുകയില്ല. അത് നമുക്ക് എല്ലാ കണ്ടൻസും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ റെസ്പോൺസീവ് സൈറ്റിൻ്റെ പ്രത്യേകത.
ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് എ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഓക്കെ, വേറൊന്നുമില്ല. നമ്മൾ ഇങ്ങനൊരു റെസ്പോൺസീവ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻഷുർ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് അഡാപ്റ്റ് സീംലെസ്ലി ഇൻ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസ്, ഓറിയൻറ്റേഷൻ ആൻഡ് ഡിവൈസ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് അതിൻ്റെ സ്ക്രീൻ സൈസ്, അതിൻ്റെ ഓറിയൻറ്റേഷൻ, അതിൻ്റെ ഡിവൈസിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യണം, അത് ആ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യണം. ദീസ് പ്രിൻസിപ്പിൾ ഗൈഡ് ദ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യം പറയുന്നത് ഫ്ലൂയിഡ് ഗ്രിഡ് ലേഔട്ടും മീഡിയ ക്യൂറീസും. ഫ്ലൂയിഡ് ഗ്രിഡ് ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇതൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് ഈ ഫ്ലൂയിഡ് ഗ്രിഡ് ലേഔട്ട് എന്ന് പറയുന്നത്. വെബ് പേജ് അഡ്ജസ്റ്റ് ഗ്രേസ്ഫുള്ളി ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസ് ബൈ എൻഷുറിങ് റിലേറ്റീവ് യൂണിറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫിക്സഡ് യൂണിറ്റ് ലൈക്ക് പിക്സൽ. അതായത് ഒരു പിക്സലിനെ ബേസ് ചെയ്തിട്ടായിരിക്കുകയല്ല ഇതിനെ അവൻ ഒരു ഫിക്സഡ് പിക്സൽ സൈസിലേക്കായിരിക്കുകയല്ല അവൻ സെറ്റാകുന്നത്. ഒരു ആ സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിരിക്കും റിലേറ്റീവ് യൂണിറ്റിലേക്ക് അവൻ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ്. റിലേറ്റീവ് യൂണിറ്റ് സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് സൈസിലേക്ക് മാറ്റാതെ റിലേറ്റീവ് യൂണിറ്റ് സൈസിലേക്ക് ആ സ്ക്രീനിൻ്റെ പിക്സൽ എത്രയാണോ, അതായത് ഇവിടം വരെയുള്ള യൂണിറ്റ് എത്രയാണോ അതിലേക്ക് ഓട്ടോമാറ്റിക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഫ്ലൂയിഡ് ഗ്രിഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തതൊരു കൺസെപ്റ്റാണ് മീഡിയ ക്യൂറീസ് എന്ന് പറയും. ഇതൊരു CSSൻ്റെ ഫീച്ചറാണ്. ദാറ്റ് അപ്ലൈസ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ബേസ്ഡ് ഓൺ ഡിവൈസ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് വിഡ്ത്ത് ഓർ റെസൊല്യൂഷൻ. അതായത് നമ്മുടെ സ്ക്രീൻ സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള CSSൻ്റെ പലതരത്തിലുള്ള സ്റ്റൈൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയുന്നതാണ് മീഡിയ ക്യൂറീസ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണിത്. മീഡിയ മാക്സിമം വിഡ്ത്ത് 600 പിക്സലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നു. അതല്ല വേറൊരു പിക്സലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സ്ക്രീൻ സൈസ് ആണെങ്കിൽ അതിന് നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള CSS സ്റ്റൈൽസ് നമുക്ക് ഈ സ്ക്രീൻ സൈസിനെ ബേസ് ചെയ്ത് മാറ്റാനായിട്ട് നമ്മൾ പറയുന്ന പേരാണ് മീഡിയ ക്യൂറീസ് എന്ന് പറയും. ദെൻ ഫ്ലെക്സിബിൾ ഇമേജസ്, അതായത് ആ ഒരു സ്ക്രീൻ സൈസിനെ ബേസ് ചെയ്ത് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറയും. CSS പ്രോപ്പർട്ടീസ് ലൈക്ക് മാക്സിമം വിത്ത് 100% ടു എൻഷുർ ഇമേജ് റീസൈസ് വിത്തിൻ ദെയർ കണ്ടെയ്നർ വിത്തൗട്ട് ഡിസ്റ്റോർഷൻ. അതായത് ആ കണ്ടെയ്നറിനെ ബേസ് ചെയ്ത് അതിൻ്റെ വിത്തിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ നമ്മുടെ ഇമേജാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ലോഡ് ചെയ്തേക്കുന്നത്, അതിന് ഇമേജിനെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്നും പോകാതെ തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫ്ലെക്സിബിൾ ഇമേജസ് എന്ന് പറയുന്നത്. ദെൻ മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ ഫോർ സ്മോളർ സ്ക്രീൻ. നമ്മൾ ആദ്യം സ്മോളർ സ്ക്രീനിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ദെൻ പ്രോഗ്രസീവ്ലി എൻഹാൻസ് എക്സ്പീരിയൻസ് ഫോർ ലാർജർ സ്ക്രീൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് പ്രോഗ്രസീവ്ലി എൻഹാൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ലാർജർ സ്ക്രീനിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് പോയിൻറ്റ്സ് കൊടുക്കും. ബ്രേക്ക് പോയിൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ മുമ്പേ കണ്ട സ്മോൾ ഡിവൈസിന് വേണ്ടി SM, ലാർജ്, എക്സ്ട്രാ ലാർജ് പോലുള്ള ബ്രേക്ക് പോയിൻറ്റ്സുകൾ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോളം തന്നെ ബ്രേക്ക് പോയിൻറ്റ്സുകൾ കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 12 കോളമായിട്ട് എങ്ങനെ തിരിക്കാമെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. റെസ്പോൺസീവ് ടൈപ്പോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോണ്ടും അതിൻ്റെ ഫോണ്ടിൻ്റെ ഷേപ്പ് ഒന്നും മാറ്റാതെ അതിൻ്റെ സൈസ് മാറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാ സ്ക്രീനിലും അവൈലബിൾ ആക്കാം. കൺസിസ്റ്റൻറ്റ് നാവിഗേഷൻ, നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെനൂസിനെ നമുക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാവിഗേറ്റ് ചെയ്ത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ടച്ച് ഫ്രണ്ട്ലി ഡിസൈൻ ആയിരിക്കും. നമുക്ക് എൻഷുർ ബട്ടൺ ആൻഡ് ലിങ്ക് ലാർജ് എനഫ് ടു ഇൻട്രാക്ഷൻ. ടിപ്പിക്കലി അറ്റ്ലീസ്റ്റ് 48 പിക്സൽ ബൈ 48 പിക്സൽ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ലിങ്കുകളെ അല്ലെങ്കിൽ ബട്ടൺസിനൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത പേജിലേക്കോ അടുത്ത ഒരു ആക്ഷനെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. പെർഫോമൻസ് ഒപ്റ്റിമൈസ് റിസോഴ്സസ് ടു റെഡ്യൂസ് ലോഡ് ടൈംസ് ഓൺ സ്ലോവർ കണക്ഷൻ, മിനിമൈസ് CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ് കമ്പയർ. നമുക്കിതിനകത്ത് ഈ കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് ഫയലോ CSS ഫയലൊന്നും വളരെ കുറച്ചുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇവരുടെ കസ്റ്റം ടെംപ്ലേറ്റ്സ് ആണല്ലോ, അത് നമുക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. ദെൻ ആക്സസിബിലിറ്റി, follow accessibility best practice to ensure the content is usable for people with disabilities. Test design for screen readers and keyboard navigation. നമുക്ക് ഈ വിഷ്വലി എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് പോലും ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ചില വെബ്സൈറ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഓപ്ഷൻ കാണുമായിരിക്കും,
അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഡിസബിലിറ്റീസ് ഉള്ള പീപ്പിൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ബൂട്ട്സ്ട്രാപ്പ് റെസ്പോൺസീവ് യൂട്ടിലിറ്റീസാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു പവർഫുൾ CSS ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റെസ്പോൺസീവായിട്ടുള്ള മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റെഡി ടു യൂസ് CSS ജാവാസ്ക്രിപ്റ്റ് കമ്പോണൻസിനകത്തുണ്ട്. ഗ്രിഡ്, ബട്ടൺസ്, ഫോംസ്, നാവിഗേഷൻ ബാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റെസ്പോൺസീവായിട്ടുള്ള സാധനം പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്രിയേറ്റിംഗ് റെസ്പോൺസീവ് ലേഔട്ട് വിത്ത് ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡ് സിസ്റ്റം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെ ലേഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ, കണ്ടെയ്നർ എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് ലെവൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നർ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പ് ലെവലായിട്ടുള്ള ഈ ലേഔട്ടിനെ അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ കണ്ടെയ്നർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോസ് ആൻഡ് കോളംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റോസ് ആൻഡ് കോളംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെ റോസ് ആൻഡ് കോളംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക് പോയിൻറ്റ്സാണ് യൂസ് ചെയ്യും. നമ്മൾ എക്സ്ട്രാ സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് അങ്ങനെയുള്ള കോളത്തിൻ്റെ പലതരത്തിലുള്ള വേരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോളത്തിൽ ഒരു കോളത്തിൽ നമുക്ക് ഒരു റോയിനെ 12 കോളമായിട്ട് തിരിക്കാൻ പറ്റും. ആ കോളമായിട്ട് തിരിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിൻ്റെ ഈ സാധനം വെച്ചിട്ടായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. കോൾ SM, കോൾ MD, കോൾ LG എക്സെട്ര ഈ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ കോളത്തിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസൈനിങ് ഫോർ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസ്. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്മോളാണ്. എക്സ്ട്രാ സ്മോളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് COL എന്ന് വെച്ചിട്ടായിരിക്കും. COL എന്നുള്ള ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ സ്മോളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ COL എന്ന് പറയുന്നത് .COL എന്നുള്ള ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്ട്രാ സ്മോളിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഒരു ഇമേജ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. എക്സ്ട്രാ സ്മോളിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന COL എന്നുള്ള ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു ക്ലാസ് .COL എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഈ മൊബൈൽ ഫോണുകളിൽ ഡിവൈഡ് വരേണ്ട കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് .COL ഹൈഫൻ എന്ന് കൊടുത്താൽ മതി. .COL ഹൈഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനുണ്ടല്ലോ, നമ്മുടെ സ്ക്രീനിനെ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ആ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഒറ്റ സംഭവത്തിനെ ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇതാണ് നമ്മുടെ സ്ക്രീൻ സൈസെങ്കിൽ ഇതിനെ നമുക്കിങ്ങനെ 12 ഇങ്ങനെ കോളമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരൊറ്റ കോളമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, COL എന്നുള്ള ക്ലാസ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഈ ഡിവൈസിൻ്റെ ഈ കോളം എല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരൊറ്റ കോളമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കണ്ടൻറ്റ് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് COL എന്നുള്ള ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് കൊടുത്ത് ഞാനൊരു കാര്യമാണ്. ഇതുണ്ട് COL 12. ഇതാണ് എക്സ്ട്രാ സ്മോൾ. നമ്മളിങ്ങനെ 12 ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് അതെല്ലാം കൂടെ ചേർന്ന് ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു കണ്ടൻറ്റിനെ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ COL 12 എന്ന് പറയുന്ന COL 12 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. COL എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വർക്ക് ആയിക്കോളും, ഇത് 12 എണ്ണത്തിന് ഒന്നായിട്ട് എടുത്തോളും. ഇതിലേക്ക് നമുക്കൊരു കണ്ടൻറ്റിനെ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോഡൊന്ന് കാണിക്കും. നിങ്ങൾ ആ കോഡ് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവാം. നമ്മൾ ഒരു 6 പാരഗ്രാഫിനെ നമ്മളൊരു എന്ത് ചെയ്തു, 6 പാരഗ്രാഫ് എഴുതിയിട്ട് 1 2 3 4 5 6 പാരഗ്രാഫിനെ നമ്മൾ ഇവിടെ നോക്കി. ഇതിപ്പം ലാർജ് ഡിവൈസിന് വേണ്ടിയാണ് നമ്മൾ ഈ സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യും, 1 2 3 4 5 6 റോ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു റോയിനെ 6 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ ലാർജ് ആയപ്പോഴത്തേക്ക് 6 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ കണ്ടൻറ്റിനെ 6 പൊസിഷനിലേക്ക് ലോഡ് ചെയ്തു. ഇനി നമ്മളതിനെ ചെറുതാക്കുമ്പോൾ നോക്കണം. ചെറുതാക്കിയത് 4 ഡിവൈഡ് ചെയ്ത് 4 പാരഗ്രാഫിന് എടുത്ത് വെച്ചു. 3 ഡിവൈഡ് ചെയ്ത് 3 പാരഗ്രാഫിന് എടുത്ത് വെച്ചു. സ്ക്രീൻ സൈസ് കുറയുമ്പോൾ അനുസരിച്ചുകൊണ്ട് ഇനി നമ്മളൊരു ഇതിലാണ് കാണുന്നതെങ്കിൽ വിചാരിക്കുക, ഒരു മൊബൈൽ സ്ക്രീനിൽക്കാളും കുറച്ചുകൂടെ വലിയ സ്ക്രീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഡിവൈഡ് ചെയ്തിട്ട് 2 പാരഗ്രാഫിന് എടുത്ത് വെച്ചു. ഇനി നമ്മൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒറ്റ അതായത് 12 എണ്ണത്തിനെയും കൂടെ നമ്മൾ ഒന്നായിട്ട് മെർജ് ചെയ്തു.
എന്നിട്ട് അതിലേക്ക് ഒരു പാരഗ്രാഫിന് എടുത്ത് വെച്ചു. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് അടുത്തതിനകത്ത് ഇപ്പം ഇങ്ങനെയായിരിക്കും നമ്മളൊരു മൊബൈൽ സ്ക്രീനിൽ കാണുവാണെങ്കിൽ. അതല്ല നമ്മളത് കുറച്ചും കൂടെ ടാബ്ലറ്റിൽ കാണുവാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 പാരഗ്രാഫ് വെച്ച് കാണാൻ പറ്റും. ഇനി അതല്ല കുറച്ചും കൂടെ ലാർജ് ഡിവൈസ് ആണെങ്കിൽ 3 പാരഗ്രാഫ് കാണാൻ പറ്റും. ഇനി അതല്ല കുറച്ചും കൂടെ വലിയ ഇതാണെങ്കിൽ 4 പാരഗ്രാഫ് കാണാൻ പറ്റും. കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഏറ്റവും ലാർജ് സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 6 പാരഗ്രാഫിനെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കോഡ് ഇതാണ്. ആദ്യം